നമസ്കാരം ഫാദർ. നമസ്കാരം സാർ. ഫാദർ ജോഷി മയ്യാറ്റിൽ ABC പ്രേക്ഷകർക്കും പരിചയമുള്ള, എന്നാൽ മലയാളത്തിന് വ്യാപകമായ പരിചയമുള്ള ഒരു അച്ഛൻ്റെ മുഖമാണ്. അത് രണ്ട് തരത്തിലാണ് അദ്ദേഹം. എനിക്ക് തോന്നുന്നു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒന്നും ഭാഗമല്ലാതെ, എന്നാൽ ഞാൻ കണ്ടെടുത്തോളം യഥാർത്ഥ ജനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വക്താവ് കൂടിയായ ഒരു ആത്മീയ ആചാര്യൻ. ആ അർത്ഥത്തിലാണ് ഞങ്ങൾ അദ്ദേഹത്തെ ആദരിക്കുന്നത്. അദ്ദേഹം ഏറ്റവും കൂടുതൽ പൊരുതിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നത്, ഒന്ന് നമ്മുടെ കടലോരത്തെ രക്ഷിക്കാനും കടലിൻ്റെ മക്കളെ രക്ഷിക്കാനുമുള്ള വലിയ പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ഏറ്റവും നിർണായകമായ ഒന്നായിരുന്നു ഫാദർ ജോഷി മയ്യാറ്റിൽ കേരളത്തിൻ്റെ ഒരു അവബോധ മണ്ഡലത്തിൽ ഒരു ദിശാബോധം നൽകിയ സമരമായിരുന്നു മുനമ്പം സമരം. ഇന്ന് ഞാൻ അച്ഛനോട് പ്രത്യേകമായി ക്ഷണിച്ചു വരുത്തി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, മുനമ്പം സമരം ഒരു നിർണായകമായ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സന്ദർഭത്തിലാണ്. നാളെ ഞായറാഴ്ചയുടെ പ്രാർത്ഥന കഴിഞ്ഞാൽ ഈ മുനമ്പത്തെ ലത്തീൻ ചർച്ചിൻ്റെ മുറ്റത്ത് 414 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന റിലേ നിരാഹാര സമരം അവസാനിപ്പിക്കുമെന്ന് സമരസമിതി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതോടനുബന്ധിച്ച് തന്നെ വന്നിരിക്കുന്ന ഒരു വാർത്ത നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ചിലരൊക്കെ വ്യക്തിപരമായി എന്നെ ഞങ്ങളെയൊക്കെ വിളിച്ച് അറിയിക്കുകയുണ്ടായി, അങ്ങനെ സമരം അവസാനിപ്പിക്കാൻ നേരമായിട്ടില്ല. അതുകൊണ്ട് തന്നെ പള്ളിമുറ്റത്ത് സമരം അവസാനിപ്പിക്കുന്ന മുറക്ക് കേരളത്തിൻ്റെ ആദരണീയനായ മന്ത്രി പി രാജീവ് ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടാണ് അത്രയും സമരം അവസാനിപ്പിക്കുന്നത്. പള്ളി ഇടവകയും പാതിരിമാരും ഒക്കെ അതിൻ്റെ കൂടെ നിൽക്കുന്നു. സമരം അവർ ആവേശപൂർവ്വം വിജയിച്ചിരിക്കുന്നു എന്ന മട്ടിൽ പൂർത്തീകരിക്കുകയാണ്, സമരം നിർത്തുകയാണ്. അതേസമയത്ത് ആ സമരസമിതിയിൽ നിന്ന് തന്നെ ഒരു വിഭാഗം, രാഷ്ട്രീയമായിരിക്കാം, വേറിട്ട് പോയി തുടർ സമരം നടത്താനും തീരുമാനിക്കുന്നു. ഒരു കൂട്ടർ സമരം നിർത്തുന്നു, വേറൊരു കൂട്ടർ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ സമയത്ത് ഒരു പക്ഷേ ഈ സമരത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ നൊന്ത ഒരാൾ, ഏറ്റവും കൂടുതൽ വേദനിച്ച ഒരാൾ, ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി ഈ വേപതു കൊണ്ട ഒരാൾ, ഏറ്റവും കൂടുതൽ ജനങ്ങളോട് ഇതിനു വേണ്ടി സംസാരിച്ച ഒരാൾ, എഴുതിയ ഒരാൾ എന്ന നിലയിലാണ് ഫാദർ ജോഷി മയ്യാറ്റിലിനെ ഞങ്ങൾ കാണുന്നത്. ജോഷി അച്ഛ, നമസ്കാരം ഒരിക്കൽ കൂടി. ഞങ്ങൾ ഇപ്പോൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം, മുനമ്പം സമരം നിർത്തുന്നു എന്നതിൻ്റെ എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ വന്നു തുടങ്ങിയ അന്ന് തൊട്ട് തന്നെ അച്ഛൻ പറയുന്നുണ്ട്, നിർത്താൻ നേരമായോ, എന്തിന് നിർത്തണം, എന്തുകൊണ്ട് നിർത്തണം എന്ന ചോദ്യം. സമരം നിർത്താൻ നേരമായോ അച്ചു? സമരം നിർത്താൻ നേരമായില്ല എന്ന് സമരം എന്തിനു വേണ്ടി തുടങ്ങിയോ, എന്ത് ലക്ഷ്യത്തോടെ തുടങ്ങിയോ, അങ്ങനെയുള്ള അന്നത്തെ പ്രഖ്യാപനങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. സമ്പൂർണ്ണ റവന്യൂ അവകാശങ്ങൾ തിരികെ നേടിയെടുക്കുന്നത് വരെ സമരം ചെയ്യും എന്നാണ് ഈ കഴിഞ്ഞ ആഴ്ച വരെ ഈ സംരക്ഷണ സമിതി പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ എന്താണ് സമരം നിർത്താനായി ഇവരെ പ്രേരിപ്പിക്കുന്നത്? അവർ പറയുന്ന ബലം 2 കോടതി വിധികളാണ്. ഒന്ന്, ഒക്ടോബർ 9 കേരള ഹൈക്കോടതിയുടെ ഒരു ഡിവിഷൻ ബെഞ്ച്, ഒരു ജസ്റ്റിസ് ധർമാധികാരിയും ജസ്റ്റിസ് ശ്യാംകുമാറും ചേർന്ന ഒരു ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയാണ്. ആ വിധി വളരെ നിർണായകമാണ്, യാതൊരു തർക്കവുമില്ല. ആ വിധിയിലാണ് 1950 നവംബർ 1 സിദ്ദിഖ് സേട്ട് ഫറൂഖ് കോളേജിന് എഴുതി കൊടുത്ത ആധാരം വഖഫ് പ്രകാരം നിലനിൽക്കുന്നതല്ല, നിയമത്തിൻ്റെ മുമ്പിൽ നിലനിൽക്കുന്നതല്ല എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ആ വിധിയാണ് ഇവർക്കൊരു ബലം കിട്ടിയത്. ആ വിധിയുടെ ബലത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ചയോ ആണ് ഇപ്പോൾ ഈ കഴിഞ്ഞ നവംബർ 26 അല്ലേ, നമ്മുടെ ഭരണഘടനാ ദിനത്തിൽ ഒരു വിധി വന്നിരിക്കുന്നു. അത് ജസ്റ്റിസ് ജയേന്ദ്രൻ്റെ വിധി. അദ്ദേഹം അങ്ങനെയാണെങ്കിൽ ഇവരോട് കരം വാങ്ങാമല്ലോ എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കരം അടച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ 2 വിധികൾ വന്നപ്പോഴാണ് സമരം ഏതാണ്ട് ജയിക്കാൻ പോകുന്നു എന്നൊരു ആത്മവിശ്വാസം ഇവർക്ക് നൽകിയത്. ആ ആത്മവിശ്വാസം ന്യായമാണോ? ആ ആത്മവിശ്വാസം അപകടകരമാണ് എന്ന് ഞാൻ പറയും. ഇതൊരു ഇടക്കാല ഉത്തരവാണ്. അത് കരം സ്വീകരിക്കാനുള്ള ഒരു ഇത് മാത്രമേ സർക്കാർ നൽകുന്നുള്ളൂ. പക്ഷേ ഈ കരം അടക്കുന്നത് അവകാശമാണോ, റവന്യൂ അവകാശമാണോ, അതോ റവന്യൂ കടമയാണോ? കടമയാണ്. അച്ഛൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് രണ്ടും തമ്മിൽ മലയാളിക്ക് വലിയ ഡിഫറൻസ് മനസ്സിലായിരുന്നില്ല. റവന്യൂ കടമയാണത്. അതെ അതെ, ഇവരാവശ്യപ്പെട്ടിരുന്നത് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണം. അതെ അതെ, അച്ഛൻ പറയുന്നുണ്ട് റവന്യൂ അവകാശങ്ങൾ എന്ന് പറഞ്ഞ് എണ്ണി പറഞ്ഞൊരു 3-4 എണ്ണം പ്രധാനമായിട്ട്. എന്തൊക്കെയാണത്? തീർച്ചയായിട്ടും പോക്കുവരവിൻ്റെ വിഷയമുണ്ട്, പിന്നെ കുടിയുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഉണ്ട്, പൊസഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഉണ്ട്, പിന്നെ നോൺ അറ്റാച്ച്മെൻറ്റ് സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം
അവർക്ക് റവന്യൂ വകുപ്പ് കൊടുക്കാൻ തയ്യാറാകുക എന്നുള്ളതും കൂടിയല്ലേ. അതെ, തീർച്ചയായിട്ടും. ഇതൊന്നുമില്ലാതെ ഇവർ ടാക്സ് കൊടുക്കുക, സർക്കാർ ടാക്സ് വാങ്ങാൻ തയ്യാറാണ്, നിങ്ങൾ ടാക്സ് തന്നോളൂ ഞങ്ങൾ വാങ്ങിച്ചോളാം എന്ന് പറയുമ്പോൾ തന്നെ ഓക്കെ ഞങ്ങളുടെ ലക്ഷ്യം പൂർത്തിയായി എന്നെങ്ങനെ സമരസമിതിക്ക് പറയാൻ കഴിയും? തീർച്ചയായിട്ടും. അവകാശം കൊടുക്കാതെ ടാക്സ് വീണ്ടും ടാക്സ് വാങ്ങാനുള്ള ഇരട്ട അടിയാണ്. കടമ ചെയ്യാനായി സർക്കാർ ഇവരെ ഒരു വാതിൽ തുറന്നിട്ടിട്ട് പറയാണ് നിങ്ങൾക്കെല്ലാം തന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്നേ? യെസ്. അപ്പം അതുകൊണ്ട് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണം. സാറേ, ഇത് വേറൊരു കാര്യമുണ്ട്. ഈ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണം എന്നുള്ള റെക്കമെൻഡേഷൻ, ശുപാർശ കൊച്ചി തഹസിൽദാർ കഴിഞ്ഞ ഒക്ടോബർ 28 ഈ കോടതിക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കിയ സത്യവാങ്മൂലത്തിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞത് പോക്കുവരവ് ഉൾപ്പെടെയുള്ള ഉടമസ്ഥാവകാശം കൊടുക്കണം. റവന്യൂ സർട്ടിഫിക്കറ്റ്സ് ഉൾപ്പെടെ, അതായത് ടാക്സ് സ്വീകരിക്കാനും അതുപോലെ റവന്യൂ സർട്ടിഫിക്കറ്റ്സ് നൽകാനും തീരുമാനമെടുക്കുന്നത് ന്യായമാണ്, ജസ്റ്റിസ് ആണെന്ന് കൊച്ചി തഹസിൽദാർ എഴുതി ഒപ്പിട്ട് സത്യവാങ്മൂലം കൊടുത്തിരിക്കുകയാണ്. റവന്യൂ അധികാരികൾ കൊടുത്തിരിക്കുകയാണ്. പക്ഷെ അത് വെച്ചിട്ട് സർക്കാരിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ വാദിച്ചിരിക്കുന്നത് ടാക്സ് കൊടുക്കാൻ കുഴപ്പമില്ല, അത് അനുവാദം തന്നാൽ സർക്കാർ കൊടുക്കാം. അതെന്തുകൊണ്ടാണ് സാർ? എങ്ങനെ, എന്തിനാണാവോ അതിനകത്ത് പിന്നെ ഒരു കളി? എന്തുകൊണ്ടാണ് ഭൂസംരക്ഷണ സമിതിക്ക് ഈ ചോദ്യം ചോദിക്കാൻ കഴിയാത്തത്? കൊച്ചി തഹസിൽദാർ നൽകിയിട്ടുള്ള ശുപാർശയിൽ എന്തുകൊണ്ട് ടാക്സ് അടയ്ക്കാൻ മാത്രം കോടതിയിൽ വന്നിട്ട് ഓക്കെ അതിന് ഞങ്ങൾ തയ്യാറാണെന്ന് സർക്കാർ പറയുമ്പോൾ സർക്കാരിന് എന്ത് ആത്മാർത്ഥതയാണ് മുനമ്പത്തെ ജനത്തോടുള്ളത്? കഴിഞ്ഞ 4 വർഷമായില്ലേ സാർ? തീർച്ചയായിട്ടും 4 വർഷമായി അവർ ബ്ലേഡ് കമ്പനികളിൽ നിന്ന് കാശ് വാങ്ങി കടത്തോട് കടമായി 4 വർഷമായി കഷ്ടപ്പെടുകയാണ് സാർ. തീർച്ചയായിട്ടും. ഇനിയെങ്കിലും അവരുടെ ദുരിതം അവസാനം. മാത്രമല്ല, അവർ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് തലമുറകളായിട്ട് ജീവിച്ചു വരുന്ന കിടപ്പാടത്തിൽ നിന്ന് അവർ ആട്ടി ഓടിക്കുന്നതിന് തുല്യമാണ്. ഇനി മുതൽ ഭൂമി ഞങ്ങളുടേതാണ് എന്ന് 2019 ഈ വഖഫ് ബോർഡ് പ്രഖ്യാപിക്കുന്നു. 2020 ആയപ്പോൾ വഖഫ് ബോർഡിന്റെ 22 രജിസ്ട്രി, അല്ല വഖഫ് ബോർഡിന്റെ രജിസ്ട്രിയിൽ വന്നത് 20 or 21 തന്നെ വന്നു തോന്നുന്നു അല്ലേ? വഖഫ് ബോർഡിന്റെ പ്രോപ്പർട്ടിയിൽ 22 അന്ന് മുതലാണ്. പിന്നീടാണ് ഇവര് അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇത് ബ്ലോക്ക്ഡ് ആണ്. എന്തായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ഞാനിപ്പോൾ ഇതിൽ ആമഗ്നം എന്താന്ന് പറയുക, ആപാദചൂടം മുങ്ങിയ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ അങ്ങയോട് ഞാൻ ചോദിക്കുന്നത്, ഇത് ഞങ്ങൾക്ക് നൽകുന്ന ഒരു ബോധം, ഈ ഇഷ്യൂവിൻ്റെ കൂടെ ഇത് അറിഞ്ഞുകൊണ്ടേയിരുന്ന മാധ്യമപ്രവർത്തകരെന്ന നിലയിൽ ഞങ്ങൾക്കൊക്കെ തോന്നിയ ഒരു വികാരം, ഈ വിധി ഒക്ടോബർ 9 ഈ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി സത്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബില്ലിനെ ഒരു തരത്തിലും ബാധിക്കാതെ, അല്ലെങ്കിൽ അതിനു വേണ്ടി കാത്തിരിക്കാതെ അതിൻ്റെ റൂള് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ചട്ടം പോലും പരിശോധിക്കാൻ കാത്തിരിക്കാതെ കേരള ഹൈക്കോടതിക്ക് ഇങ്ങനെ ഒരു ഡിവിഷൻ ബെഞ്ച് വിധി കൊടുക്കാൻ പറ്റിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് 2022 തന്നെ ഈ മുനമ്പം ഭൂസംരക്ഷണ സമിതി വിചാരിച്ചിരുന്നെങ്കിൽ, അത് വേണ്ടപ്പെട്ട സർക്കാരിനെയും കോടതികളെയും ന്യായമായി ബോധിപ്പിച്ചിരുന്നെങ്കിൽ എന്നോ നേടിയെടുക്കാമായിരുന്ന ഒരു സംഗതിയാണെന്ന് അച്ഛന് തോന്നുന്നില്ലേ? അത് നേരത്തെ ഉന്നയിച്ച ഒരാളെന്ന നിലയിലാണ് ഞാൻ ചോദിക്കുന്നത്. സാറേ, ഞാൻ ഇതിനെ കാണുന്നത് വേറൊരു രീതിയിലാണ്. ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വരുന്നത് അത് ജുഡീഷ്യൽ കമ്മീഷൻ്റെ മുന്നോട്ടുള്ള പോക്ക്, അതിനെക്കുറിച്ചുള്ള വിധിയാണ്. രാമേന്ദ്രൻ നായർ അതിൽ ശക്തമായ ഒരു നിരീക്ഷണമാണ് കോടതി നടത്തിയിട്ടുള്ളത്. ഇത് വഖഫല്ല, അത് സത്യമാണ്, വഖഫല്ല. പക്ഷെ അത് വിധിയല്ല, വിധി വരേണ്ടത് ഇനി വഖഫ് ട്രൈബ്യൂണലിൽ നിന്നാണ് വിധി വരേണ്ടത്. പക്ഷേ അങ്ങനെ ഒരു വിധി വരുന്നതും ഇപ്പോൾ ഈ 26-ാം തീയതി കരമടക്കാനായി ഒരു ഇടക്കാല ഉത്തരവ് വരുന്നതും അതിനുവേണ്ടി സർക്കാർ തയ്യാറാകുന്നതും ഒരു അന്തരീക്ഷം ഇവിടെ സംജാതമായി എന്നുള്ളതാണ് സാർ. അത് കാണാതെ നമുക്ക് ഒരുപക്ഷെ ഒരു 2 വർഷം മുൻപ് ഇത് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇതിൽ പല ഘടകങ്ങളുണ്ട്. ഒന്ന്, വഖഫ് നിയമത്തെ മനുഷ്യർ പഠിച്ചു. കേരളത്തിലെ മനുഷ്യർ വഖഫ് നിയമം, നിലവിലുണ്ടായിരുന്ന വഖഫ് നിയമത്തിൻ്റെ ഭരണഘടനാ വിരുദ്ധതയും അതുപോലെ തന്നെ പൗരജനത്തിനുണ്ടാകുന്ന ദോഷവും ഒക്കെ തിരിച്ചറിഞ്ഞു. അതാണ് ഒന്നാമത്തെ വസ്തുത. ശരിയാണ്, നമ്മുടെ അവബോധ തലത്തിൽ വലിയ മാറ്റം വന്നു. 2, സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചപ്പോൾ ഇത്രയൊന്നും മുന്നിൽ കണ്ടില്ലായിരുന്നെങ്കിലും ഈ ഡോക്യുമെൻറ്റുകൾ പുറത്തു വരാനായിട്ട് അതിടയാക്കി.
നമുക്ക് സാധാരണഗതിയിൽ കയ്യിൽ കിട്ടാത്ത ഡോക്യുമെൻറ്റുകളെല്ലാം ഈ കമ്മീഷൻ്റെ നിയമനത്തോടു കൂടി പുറത്തു. എല്ലാം പുറത്തു. അതോടുകൂടി ചരിത്രം മനുഷ്യൻ പഠിച്ചു. മനസ്സിലാക്കി. പ്രത്യേകിച്ച് മുനമ്പത്തിൻ്റെ ചരിത്രം വിസ്തരിച്ച് പഠിച്ചു മലയാളി. വിസ്തരിച്ച് പഠിച്ചു. മുഹമ്മദ് സിദ്ദിഖ് സേട്ടുവിൻ്റെ കയ്യിൽ ഇത് എത്തിയതെങ്ങനെ, അത് അദ്ദേഹം എങ്ങനെയാണ് അടിച്ചു മാറ്റിയത്, അദ്ദേഹം കളിച്ച കള്ളക്കളികൾ എന്തൊക്കെയാണ് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു. അതേസമയം ശ്രീ അബ്ദുൾ സത്താർ ഹാജി മൂസ സേട്ടു അദ്ദേഹം വളരെ നീതിമാനായ ഒരു സത്താർ സേട്ട് നീതിമാനായിരുന്നു. അദ്ദേഹത്തെ കൂടി പറ്റിച്ചു, അദ്ദേഹത്തിന്റെ കുടുംബത്തെ കൂടി പറ്റിച്ചുകൊണ്ടാണ് സിദ്ദീഖ് സേട്ട് ഇതൊക്കെ ഒപ്പിച്ചത്. അദ്ദേഹം ഈ ഭൂമി സ്വന്തമായി തന്റെ ലിസ്റ്റിൽ പെടുത്തിയിട്ടില്ല. ഇല്ല അദ്ദേഹത്തിന്റെ വിൽപത്രത്തിലില്ല. ഇല്ല. അതെ സത്യമാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോ സാറേ, ഇപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം വളരെ കൃത്യമാണ് സാർ. ഇതുകൂടാതെ ഒരു കാര്യം കൂടി പറഞ്ഞോളാം സാറേ. മൂന്നാമതൊരു കാര്യം, ഈ കേന്ദ്രത്തിൽ ഈ നിയമം പാസ്സായത്, ഭേദഗതി നിയമം പാസ്സായതോടുകൂടി ഈ ഭൂമി നഷ്ടപ്പെടില്ല എന്നൊരു ഉറപ്പ് മനുഷ്യർക്ക് ലഭിച്ചു. സാധാരണ മനുഷ്യരുടെ മനസ്സിൽ കേന്ദ്രത്തിന്റെ, പക്ഷേ അതിൽ ആ ഉറപ്പിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ സാർ? ഞാൻ പറയുന്നത് വസ്തുത ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും അതിന് നമ്മൾ പരിശോധിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ സെക്ഷൻ 2-ൽ സൊല്യൂഷൻ ഉണ്ട്. 2A-ൽ ശരിയാണ്, 2-ൽ സൊല്യൂഷൻ ഉണ്ട്. എ എന്ന് പിന്നീട് വന്ന് ചേർത്താണ്. സത്യത്തിൽ സെക്ഷൻ 2 അതിൽ പ്രൊവിസോ സെക്കൻഡ് പ്രൊവിസോ ആണ്. അതെ അതിൽ സൊല്യൂഷൻ ഉണ്ട്. പക്ഷേ ഈ സൊല്യൂഷൻ ഈ മുനമ്പത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണോ എന്ന ചോദ്യമാണ് പ്രസക്തമായിട്ടുള്ളത്. ഒന്ന്. രണ്ടാമതുകൊണ്ട് സാർ, ഇപ്പം ന്യായമായിട്ട് നമ്മൾ മുനമ്പം സമരത്തെ രാഷ്ട്രീയമായി കാണുകയും വലിയൊരു രാഷ്ട്രീയ കളർ ഉണ്ടാവുകയും ചെയ്തു. പ്രത്യേകിച്ച് ഈ കേന്ദ്ര വഖഫ് ഭേദഗതി ബില്ല് വന്നപ്പോൾ കേരളത്തിലെ UDF LDF ചേർന്ന് ഒറ്റക്കെട്ടായി നിയമസഭയിൽ അതിനെതിരായിട്ട് പ്രമേയം പാസ്സാക്കി. അപ്പോൾ നമുക്കൊരു ധാരണയുണ്ടായി, UDF LDF പ്രതീക്ഷ വേണ്ട, ഈ മുനമ്പത്തെ പാവങ്ങളെ രക്ഷപ്പെടുത്താൻ, അവർക്ക് കിടപ്പാടം കൊടുക്കാൻ ഇവർക്ക് താല്പര്യമില്ല. എന്നാൽ അതിന് താല്പര്യമെടുത്താണ് BJP വരുന്നതെന്ന് ഒരു ബോധ്യമുണ്ടായി. അങ്ങനെയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നുണ്ട്, അച്ഛനതറിയാം, പക്ഷേ ജനങ്ങളോട് നമുക്ക് പറയാതിരിക്കേണ്ട ഒരു ഘട്ടമല്ല ഇപ്പോൾ. ഒന്ന്, ഈ വഖഫ് ബില്ലിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ ഒരു വരി 2A പോലും ഇല്ല, 2 ഇല്ല, 2Aയും ഇല്ല. 2, ആ ബില്ല് JPCക്ക് വിട്ടു. JPCക്ക് വിട്ട കാലത്തും കേരളത്തിൽ JPC ഒരിക്കൽ പോലും യോഗം ചേരണമെന്ന് ആരും പറഞ്ഞില്ല, ചേർത്തതുമില്ല. ഇനി എവിടെ വെച്ചെങ്കിലും ചേരുമ്പോൾ ചെന്നിട്ട് മുനമ്പത്തിന് വേണ്ടി ഒരു വരി എഴുതി ചേർക്കാൻ ആരും തയ്യാറായിട്ടില്ല. ഇപ്പോഴത്തെ ഒടുവിലത്തെ സിറ്റുവേഷൻ എന്താ? കേന്ദ്ര വഖഫ് ഭേദഗതി ബില്ല് പാസ്സായി, കോടതി കിടന്നു, കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നു, ഇപ്പോൾ ചട്ടം രൂപീകരിച്ചു വരുന്നേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ ഇതിന് വേണമെങ്കിൽ പരിഹാരം കാണാവുന്ന വിധത്തിൽ കേരളത്തിൽ തന്നെ നിലനിൽക്കുന്ന വഖഫിൻ്റെ ആ ഒരു വഖഫ് ഡോക്യുമെൻ്റ് വ്യാഖ്യാനിച്ചാൽ പോലും സാധ്യമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഒന്ന്, മുനമ്പത്തുകാർക്ക് വേണ്ടി കേന്ദ്ര വഖഫ് ഭേദഗതി ബില്ല് ആത്മാർത്ഥമായി ലക്ഷ്യം വെച്ചിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ 2A പോലും കണ്ടെത്തിയത് ആരാണ്? ഞാൻ ആത്മാർത്ഥമായിട്ട് പറയും, ഞാൻ എത്രയോ വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സ്റ്റാലിൻ ദേവൻ സാറാണ്. അത് ഏറ്റുപിടിക്കാൻ അന്ന് ജോഷി മയ്യാറ്റിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ 2 മനുഷ്യരാണ് അത് കണ്ടെത്തി പറഞ്ഞത്. അപ്പോഴും അത് അംഗീകരിക്കാനും ഈ 2 മനുഷ്യ സ്നേഹികൾ അത് കണ്ടെത്തി പറഞ്ഞു. ആരുടെ നിങ്ങൾ വേറെ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, അച്ഛനും താല്പര്യങ്ങളില്ല, സ്റ്റാലിനും താല്പര്യങ്ങളില്ല. അപ്പോൾ അങ്ങനെ ആ തരത്തിലൊരു നീതി, ആ ഒരു ധാർമ്മിക ബോധമൊന്നും കേരളത്തിലെ BJP കാണിച്ചിട്ടുമില്ല. അത് എൻ്റെ ഒരു നിരീക്ഷണമാണ്. അച്ഛൻ അതിനോട് യോജിച്ചാലും ഇല്ലെങ്കിൽ? പൂർണ്ണമായിട്ട് യോജിക്കുന്നു. അതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. അതായത് ഈ ഒരു സെക്ഷൻ ഇതിലുണ്ടെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് കേന്ദ്രത്തിൻ്റെ നിയമമന്ത്രി തന്നെ ഇവിടെ വന്ന് നടത്തിയ കിരൺ റിജിജു ആ പത്രസമ്മേളനം. അദ്ദേഹം ഓഫ് ഹാൻഡ് ആയിട്ടാണ് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല, മുനമ്പത്തിന് വേണ്ടി ഒന്നും. അദ്ദേഹം എന്തിനാണ് വന്നത്? അത് വല്ലാത്തൊരു ചോദ്യമായിരുന്നു. അച്ഛൻ അന്ന് തന്നെ അത് എഴുതിയും തോന്നുന്നു. ഞാൻ 3 ദിവസം, അദ്ദേഹം വരുന്നതിന് 3 ദിവസം മുമ്പ് എഴുതി, കിരൺ റിജിജു വെറും കൈയോടെ ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് പറഞ്ഞു. എഴുതിക്കൊണ്ട് കൃത്യമായിട്ട് വേറെ ആരും മിണ്ടിയിരുന്നില്ല കേട്ടോ അന്ന്. സത്യമാണത്. വേറെ ഒന്ന് മാത്രമല്ല, അദ്ദേഹം അറിയാതെയാണെങ്കിലും ഇതിന് പൂർവ്വകാല പ്രാബല്യം ഉണ്ടാവുമോ ഇല്ല എന്ന് സത്യം പറയുകയും ചെയ്തു. പൂർവ്വകാല പ്രാബല്യവും ഇല്ല. പിന്നെ എങ്ങനെ രക്ഷപ്പെടും എന്ന ചോദ്യത്തിന് ഇവർക്ക് അന്ന് ബ്ലാങ്ക് ആയിരുന്നു. കാരണം അദ്ദേഹത്തിന് അപ്പോഴും സെക്ഷൻ 2-നെ കുറിച്ച് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. അച്ഛന് നല്ല ബോധ്യമുള്ളതാണല്ലോ. അത് സ്റ്റാലിൻ ദേവൻ സാറിനാണ് നമ്മൾ നന്ദി പറയേണ്ടത്. ബോറ കമ്മ്യൂണിറ്റി JPCയുടെ മുന്നിൽ കൊണ്ടുവന്നത് കൊണ്ട് മാത്രമാണ് അത് വരുന്നത്. എൻ്റെ പൊന്നു സാറേ, അവർ ഭയങ്കര പവർഫുള്ളാണ്. അവർക്ക് ആൾബലം, വോട്ട് ബാങ്കും അല്ല. അവർ ഭയങ്കര സമ്പന്നന്മാരാണ് സാറേ. JPCയിൽ പോലും ഹാരിസ് സാൽവയെയാണ് അവർ കൊണ്ടുവന്നത്. ഹാരിസ് സാൽവ, ഭയങ്കര ഹരീഷ് സാൽവയെ പോലെ വക്കീലിനെ വെക്കണമെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ സ്ഥിതി? അപ്പോൾ അതാണ് സ്ഥിതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സാറേ, എൻ്റെ ഇപ്പോഴത്തെ ചോദ്യം, നമ്മൾ തിരിച്ച് മുനമ്പത്തേക്ക് വന്നാൽ, ഈ സമരം
ഇനിയിപ്പോൾ അതിലൊരു ന്യൂനപക്ഷ വിഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു മുനമ്പം ഭൂസംരക്ഷണ സമിതി സമരം നിർത്തുമ്പോൾ മുനമ്പം സമരസമിതി എന്ന പേരിൽ ഒരു കൂട്ടർ സമരം തുടങ്ങുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത്, ഞാൻ അച്ഛനോട് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, ആ സമരസമിതിയിൽ തുടക്കത്തിലെ ഒരു രാഷ്ട്രീയ ചട്ടുകങ്ങളായി വർത്തിക്കുന്ന ഒരു ഭാവം ഉണ്ടായിരുന്നു അതിന്? സത്യത്തിൽ സമരം തുടങ്ങിയപ്പോൾ വളരെ സന്തോഷമായിരുന്നു. കാരണം എല്ലാവരും ഉണർവോടി, എല്ലാവരും സാറെ ശ്രദ്ധിച്ചില്ലായിരുന്നു അവിടെ എന്തുമാത്രം ആവേശമായിരുന്നു, എന്തൊരു ആവേശമായിരുന്നു. കാരണം ആ സമയത്ത് വളരെ വ്യക്തമായും ഈ പ്രശ്നത്തിൽ നിന്ന് ആ ജനത്തെ മോചിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമായിരുന്നു അവിടെ എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അന്ന് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും അനേകരങ്ങോട്ട്, ആയിരങ്ങൾ അങ്ങോട്ടേക്ക് വന്നു. അതും ഇപ്പം ഇന്ന് ഞാനൊരു ഇത് വായിക്കുകയുണ്ടായി. ആലപ്പുഴയിൽ നിന്ന് കിഡ്നി രോഗിയായ ഒരാൾ അന്ന് അവിടെ നിന്ന് വന്നയാൾ ഇന്ന് എഴുതിയിരിക്കുന്ന ഒരു കത്തുണ്ട്. ഞാനന്ന് അവിടെ നിന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ രോഗം പോലും ഞാൻ മറന്നു, ഞാൻ അവിടെ ഫുൾ ഡേ ഇരുന്നു. പക്ഷേ ഇപ്പോൾ ഞാനിങ്ങനെ കേൾക്കുന്നു, എന്തിനാണിത് രാഷ്ട്രീയപരമായിട്ട് നീങ്ങുന്നത്? സാറേ, ഇത് ഈ രാഷ്ട്രീയമായൊരു നീക്കം അവിടെ നേരത്തെ തന്നെ മണത്തറിയാൻ നമുക്ക് കഴിഞ്ഞു. ആ നിമിഷം മുതൽ ഞാൻ ആ സമരത്തിൻ്റെ പരിസരത്ത് നിന്ന് പിന്നെ പിൻവാങ്ങാനുണ്ടായി. ഇപ്പൊ ഈ സമരം നിർത്തുന്നതിനെ കുറിച്ച് അച്ഛനോട് ആരെങ്കിലും ചോദിക്കുക, കൺസൾട്ട് ഇല്ല. അത് കാരണം ഇത് ആദ്യം കേരളത്തിൽ ചോദിക്കേണ്ട ഒരു തീർച്ചയായിട്ടും ഫാദർ ജോഷി മയ്യാറ്റിലിനോട് തന്നെയാണ് ചോദിക്കുക. പക്ഷെ ഞാനത് ക്ലെയിം ചെയ്യുന്നില്ല സാറേ. കാരണം എന്താ വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പഠിക്കുക, ജനത്തെ ഇക്കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അന്നും ഇന്നും എൻ്റെ ഏക ലക്ഷ്യം. ഞാനിനി ആ മുനമ്പം പരിസരത്തേക്ക് ഒരിക്കലും ഞാൻ പോവുകയുമില്ല. ഒരിക്കലും പോവുകയില്ല. ഞാൻ ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞു. അവിടെ ഒരു ദിവസം പോയി ആ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയും ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ സഭ തന്നെയല്ലേ അത്? അല്ലേ, സെയിം സഭയല്ലേ? ലത്തീൻ സഭയാണ്. ഞാൻ പോകില്ല എന്ന് പറയുന്ന എന്തെങ്കിലും ഇതുകൊണ്ടല്ല, എൻ്റെ ഡ്യൂട്ടി അവിടെ കഴിഞ്ഞു. എനിക്ക് എഴുത്തിലൂടെയും ആളുകളോടും പറയുക മാത്രമാണ്. അല്ലാതെ ആ ലൊക്കേഷനിൽ ചെന്ന് സാറൊന്ന് ആലോചിച്ച് നോക്കുക, എന്തിന് നമ്മൾ കോൺഗ്രസിൻ്റെ പുറകെ പോകണം? എന്തിന് നമ്മൾ CPMൻ്റെ പുറകെ പോകണം? എന്തിന് നമ്മൾ BJPയുടെ പുറകെ പോകണം? കോൺഗ്രസിൻ്റെ ഈ സമരസമിതിയെ ഇപ്പോൾ ലേറ്റസ്റ്റ് ചിത്രം നോക്കുമ്പോൾ CPM ഏതാണ്ട് ഹൈജാക്ക് ചെയ്ത മട്ടാണോ? ഇപ്പം അങ്ങനെയാണ്. ഇപ്പോൾ കാണുന്നത് അങ്ങനെയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? പോക്കുവരവ് ചെയ്തു കൊടുക്കാൻ അവിടെ ഹെൽപ്പ് ഡെസ്ക് ഇടുമെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ സമരം പിൻവലിക്കുന്നു എന്നാണ് എഴുതി ദുർബലമായി പോയി. എന്തൊരു വാദം സാറേ അത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, മുനമ്പത്തെ ജനങ്ങൾ തങ്ങളുടെ ഭൂമി പോക്കുവരവ് നടത്തിയിട്ടില്ല എന്ന് ആരാ പറഞ്ഞേ? 610 കുടുംബങ്ങളുടെ വിഷയമാണ് ഈ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ തോന്നുന്നത് മുനമ്പത്തെ ഈ 610 കുടുംബങ്ങളും പോക്കുവരവ് നടത്താത്ത ഭൂമിയിലാണ് താമസിക്കുന്നത്. ആര് പറഞ്ഞു? എന്നോട് അവിടുത്തെ ജനം പറയുന്നത് അവിടെ എനിക്കറിഞ്ഞുകൂടാ പെർസെൻറ്റേജ് എന്ന് പറയാം, പക്ഷേ അവിടെയുള്ളൊരു 3-4 പേരെങ്കിലും പറഞ്ഞു ഇവിടെയുള്ള 99% പോക്കുവരവ് നടത്തിയവരാണെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ആർക്ക് വേണ്ടിയാ സാറേ? ഹെൽപ്പ് ഡെസ്ക് എന്നൊക്കെ പറയുന്ന ഒരു മിഥ്യയാണ്, ആളുകളെ പറ്റിക്കാനുള്ള ഒരു ക്ലെയിമാണ് അല്ലേ? ഇന്ന് പോക്കുവരവ് നടത്തുന്ന രീതി എന്താ? ഓൺലൈനാ സാറേ. അത് ശരി, അതിന് ഹെൽപ്പ് ഡെസ്ക് ഒന്നും വേണ്ട. ഇനി ഹെൽപ്പ് ഡെസ്ക് അവർ കമ്പ്യൂട്ടർ വെച്ചിരിക്കുന്നുണ്ടാവും ആരെങ്കിലും. വളരെ എളുപ്പത്തിൽ ഓൺലൈൻ ഇത് രജിസ്ട്രേഷനുമായിട്ട് അവനവൻ്റെ മൊബൈൽ ഫോണിൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അല്ലേ? പറ്റിക്കലാണ് ശരിക്ക് അല്ലേ? ഇത് സാറേ, ഇപ്പോൾ എനിക്ക് അറിയേണ്ട ഒരു കാര്യം, ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയായാലും ജസ്റ്റിസ് ജയേന്ദ്രൻ്റെ ഈ നികുതി അടക്കാമെന്ന വിധിയായാലും ഇതൊക്കെ താൽക്കാലികമാണല്ലോ. എന്നത്തേക്കാണ് ഇതിൻ്റെ അന്തിമ വിധി വരാൻ ഒരു സാധ്യതയില്ല? ട്രിബ്യൂണലല്ലേ വിധിക്കേണ്ടത്? തീർച്ചയായിട്ടും ആത്യന്തികമായിട്ടുള്ള വിധി വരേണ്ടത് ട്രിബ്യൂണലിൽ നിന്ന് തന്നെയാണ്. പക്ഷെ ഒരു കാര്യം ഇപ്പോൾ വ്യക്തമാണ് സാറേ, അതായത് എല്ലാ മേഖലകളിലും മുനമ്പം ജനതയ്ക്ക് അനുകൂലമായൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞു. അതിനൊരു കാര്യമുണ്ട് സാർ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേന്ദ്ര വഖഫ് ഭേദഗതി ബില്ല് ദേശീയ തലത്തിൽ അത് വളരെ ഗുണകരമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ക്യാമ്പയിനിലൊക്കെ ഞാൻ പങ്കെടുത്താണ്. മാത്രമല്ല ഒരു പക്ഷേ പാവങ്ങളായ മുസൽമാന്മാർക്ക് കൂടി ഗുണം ചെയ്യുന്നതാണ്, പ്രമാണിമാരായ മുസ്ലിങ്ങൾക്കാണ്. ഈ പറ്റിക്കുന്ന ദൈവത്തിൻ്റെ സ്വത്ത് അടിച്ചെടുക്കാൻ ശ്രമിച്ച പ്രമാണിമാരായ മുസ്ലിങ്ങൾക്ക് ദോഷമുണ്ടാകും. തീർച്ചയായിട്ടും കേരളത്തിൽ പോലും അങ്ങനെയാണ്. ജസ്റ്റിസ് നിസാർ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ അതുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഈ ഒരു അവബോധ തലത്തിൽ മുനമ്പത്തിനും അത് ഗുണം ചെയ്തു. അതെ, തീർച്ചയായിട്ടും അത് അങ്ങനെ ഗുണം ചെയ്തു. ഇനി വഖഫ് ട്രൈബ്യൂണലിലാണെങ്കിൽ വളരെ ശക്തമായ ആർഗ്യുമെന്റേഷൻസിനുള്ള സകല ഡോക്യുമെന്റും പുറത്തു വന്നില്ലേ സാർ? അതുകൊണ്ട് വഖഫ് ട്രൈബ്യൂണലിൽ
അനുകൂലമായ വിധി ഉണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്ന ആ ഒബ്സർവേഷൻസ് അത്ര സ്ട്രോങ് ആണ്. അതിനെ ഒന്നും മാറ്റി തേച്ച് കളയാനും സാധിക്കില്ല. ഇനിയിപ്പോ സുപ്രീം കോടതി പോയപ്പോലും പറ്റില്ല, അത്രയ്ക്ക് സ്ട്രോങ് ആണ്. മാത്രമല്ല ഇത് എന്നത്തേക്കാണ് അടുത്ത പ്ലേസ് സിറ്റിംഗ് വെച്ചിരിക്കുന്നത്? ഡിസംബർ 17 ആണ് ഈ കരമടക്കലുമായിട്ട് ബന്ധപ്പെട്ട വിശദവാദം കേൾക്കുന്നത്. അപ്പോൾ എനിക്കൊരു ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് ഭൂസംരക്ഷണ സമിതിക്ക് ഈ ഡിസംബർ 17 ഇതിൻ്റെ വിശദവാദം കേട്ട് സമ്പൂർണ്ണ റവന്യൂ അവകാശങ്ങൾ തിരികെ നൽകണമെന്ന് കോടതിയുടെ ഒരു വിധി വരുമ്പോൾ അവിടെ സമരം നിർത്തുന്നതിനും ആഘോഷത്തിനും ഒക്കെ ഒരു ബേസ് ഉണ്ട്, ഗ്രൗണ്ട് ഉണ്ട്. സമയം സാറേ, അതെ അതെ, എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ സമ്പൂർണ്ണ റവന്യൂ അവകാശങ്ങൾ തിരികെ നൽകണമെന്നുള്ള വിധി 17-ാം തീയതിയിലെ വിശദവാദത്തോടെ ഉണ്ടാകുമെന്ന് ഇവർക്ക് ഏതാണ്ട് ഉറപ്പുണ്ട്. കാരണം അഡ്വക്കേറ്റ് കൃഷ്ണൻ ഉണ്ണി സാറിനെ പോലുള്ള പ്രഗത്ഭനായ ആളുടെ കയ്യിലാണ് എത്തിയിരിക്കുന്നതെന്ന് മാത്രമല്ല ശ്രീ സ്റ്റാലിൻ ദേവൻ സാറാണ് പുറകിൽ കംപ്ലീറ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ വാദങ്ങൾ ചെന്ന് നിൽക്കാൻ പോകുന്നത് ഈ സമ്പൂർണ്ണ റവന്യൂ അവകാശം നിർബന്ധിതമാകുന്നൊരു അവസ്ഥയിലാണ്. പക്ഷേ അതിൻ്റെ പിന്നിൽ സ്റ്റാലിൻ ദേവൻ സാറാണ് എന്നുള്ളത് കൊണ്ടും ഇത് അവിടെയുള്ള ഒരു സെബാസ്റ്റ്യൻ ജോസഫ്, ബിബിൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു സെബാസ്റ്റ്യൻ ജോസഫ് തൻ്റെ വക്കാലത്ത് വേറൊരാളിൽ നിന്ന് പിൻവലിച്ച് ഈ കൃഷ്ണൻ ഉണ്ണി സാറിന് കൊടുത്തിരിക്കുന്നതാണ് എന്നുള്ളത് കൊണ്ടും അവരിലൂടെ ഇത് സൊല്യൂഷനായി എന്ന ഒരു ധ്വനി വരരുത് എന്ന ഒറ്റ തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ എന്തൊരു കഷ്ടം എന്നേ പറയാൻ പറ്റും. അല്ലാതെ വേറൊരു മാർഗ്ഗം, അത്യന്തം ഹീനവും സങ്കുചിതവുമായൊരു നിലപാട് എന്നല്ലാതെ ഒരു വിശാലമായ താല്പര്യത്തിന് വേണ്ടി ഇത്രയും കാലം സമരം ചെയ്ത ഒരു ജനത ഒരുമിച്ച് ആഘോഷപൂർവ്വം ഏറ്റെടുക്കാനല്ലോ ഒരു മാസം കൂടി കാത്തിരുന്നാൽ തീർന്നല്ലോ അത്. ഡിസംബർ 14 അല്ലേ? ഒറ്റ മാസം. ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ, വല്ലാത്തൊരവസ്ഥയാണതല്ലേ. ഇങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ഈ സമരം നിർത്താനൊരു കൂട്ടർ, സമരം തുടരാനൊരു കൂട്ടർ, സത്യത്തിൽ അത് വലിയ സങ്കടകരമായ പരിണിതിയിലേക്കാണ് പോകുന്നത്. ഒരുമയുടെ ഒരു അന്തരീക്ഷം, വീണ്ടും ഭിന്നിപ്പിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാവുന്നു. തീർച്ചയായിട്ടും അതിൽ രാഷ്ട്രീയം മുതലെടുക്കാൻ ആളുകളുണ്ടാവും. അച്ഛൻ എങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു സത്യത്തിൽ ഇപ്പോൾ ഞാൻ സങ്കടമാണ് എനിക്ക് സത്യത്തിൽ ഈ പോക്ക്. ഒന്ന്, യുക്തി എന്നൊരു കാര്യം നമുക്കൊരു ലോജിക്ക് വേണ്ട സാർ. ഇങ്ങനൊരു തീരുമാനം കോർ ഗ്രൂപ്പ് എടുത്തു എന്ന് പറയുന്നു, എന്താണ് അതിൻ്റെ യുക്തി എന്ന് പറയാൻ ആർക്കും പറ്റിയിട്ടില്ല. എന്നാ നിർത്തുകയും ചെയ്യുന്നു, സമരം നിർത്തുന്നു. ഇനി ഉടൻ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് എന്താ പ്രത്യേകമായ ഒരു അജണ്ട ഉണ്ടോ? അജണ്ട ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ ഈ സമരം പിൻവലിക്കുന്നതിൽ ആരെങ്കിലുമായിട്ട് ഡീലുണ്ടോ? സമരസമിതിയുടെ കൺവീനർ UDFന്റെ കാൻഡിഡേറ്റ് ആവുന്നു എന്ന് കേട്ടത് പിന്നെ പിൻവാങ്ങിയോ? അത് പിൻവാങ്ങിയെന്നാ കേട്ടെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിലുള്ളവരുടെ രാഷ്ട്രീയപരമായ ഒരു ചാഞ്ചാട്ടങ്ങളും എന്താണ് ജില്ലയിൽ നിന്ന് മാറി മാറി ചാടി പോകുന്ന ഇതിൽ സത്യത്തിൽ മുനമ്പത്തുകാർ ഒരു തരം രാഷ്ട്രീയ കക്ഷി താല്പര്യങ്ങൾക്കും വഴങ്ങാൻ പാടില്ലാത്തതാണ്. കാരണം അവരുടെ ജീവൽ പ്രധാനമായ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളാണ്, അവരുടെ കിടപ്പാടമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്, അതാണ് വെല്ലുവിളിക്കപ്പെടുന്നത്. പക്ഷേ എന്നിട്ടും അവർക്ക് ഇങ്ങനെ പാവകളായി പെരുമാറാൻ സാധിക്കുന്നു എന്നുള്ളത് സങ്കടം തന്നെയാണ് അല്ലേ? അവരെ ഹൈജാക്ക് ചെയ്യാണ് സാറേ, ഹൈജാക്ക് ചെയ്യാണ്. ചിന്തയില്ല, യുക്തിയില്ല, പഠനമില്ല, ഗൗരവമായിട്ട് കാര്യങ്ങൾ പഠിക്കുന്നില്ല. അവർ കേസ് നടത്തിയ രീതി പോലും നോക്കിയാൽ നമുക്ക് മനസ്സിലായിരുന്നു അങ്ങനെയല്ല. ഇതാണ് അവസ്ഥ. പക്ഷേ അവിടെ നമ്മൾ കൃത്യമായ കാര്യങ്ങൾ പറയാനോ കൃത്യമായ കാര്യങ്ങൾ എഴുതി പറഞ്ഞ ഇതൊന്നും അവർക്ക് മനസ്സിലാകില്ല. ഇപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഇപ്പോൾ ഈ സമരം നിർത്താനായിട്ട് കരമടക്കുക എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ റവന്യൂ അവകാശം തിരിച്ചു ലഭിക്കുക എന്നാണോ അർത്ഥം? ഉത്തരം പറയട്ടെ. അല്ല ഒരിക്കലും അല്ലല്ലോ. സിമ്പിൾ അല്ലേ അത്? നികുതി അടച്ചതുകൊണ്ടായോ? നികുതി അടച്ചുകൊണ്ട് അവനവൻ്റെ നഷ്ടപ്പെട്ടിട്ട് ഇതാ ഈ മുനമ്പത്തുകാരുടെ 400 ഏക്കർ ഭൂമി ഞങ്ങളുടേതാണ് എന്ന് മറ്റൊരു അധികാര ശക്തി, ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വത്തവകാശമുള്ള, ഡിഫൻസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത് ഇവർക്കാണ്. ഈ റെയിൽവേക്കും ഡിഫൻസിനും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത് വഖഫ് ബോർഡിൻ്റെ കയ്യിലാണ്. ആ അധികാര ശക്തി പറയുകയാണ് ഈ ഭൂമി ഞങ്ങളുടേതാണ്. അതല്ല, നിങ്ങൾക്ക് തന്നെ തിരിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നിടത്തല്ലേ സമരം വിജയിക്കേണ്ടത്? തീർച്ചയായിട്ടും. ഏതായാലും ഇത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ ഇതിലിപ്പോൾ സമരത്തിൻ്റെ
സമരത്തിൻ്റെ നാൾ വഴി നോക്കുമ്പോൾ സമരം വന്ന വഴി നേരായ പാതയിലായിരുന്നില്ല. അതിനെ പലപ്പോഴും നേർവഴിക്ക് നയിക്കാൻ ശ്രമിച്ച ഒരാളാണ് അച്ഛൻ. പക്ഷേ ഇപ്പോൾ അച്ഛൻ പറയുന്നത് ആ സമരം നിർത്തുന്നു എന്ന് പ്രഖ്യാപിക്കുന്നതും അസ്ഥാനത്താണ്, അസമയത്താണ്, അബദ്ധമാണ്. പക്ഷേ നിർത്തണമെങ്കിൽ അവർക്ക് നേരത്തെ നിർത്താമായിരുന്നു സാറേ. ഇങ്ങനെ നിർത്താൻ എപ്പോഴും നേരത്തെ നിർത്താമായിരുന്നു. ഇത്തരം ഉറപ്പുകൾ ഒക്കെ എപ്പോഴും കിട്ടിയതല്ലേ? ഞങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് ആരാണ് പറയാത്തത്? പല ചർച്ചകൾക്ക് മുഖ്യമന്ത്രി പോലും വിളിച്ചതല്ലേ? അപ്പോൾ ഇങ്ങനെ വന്നാൽ ഇപ്പോൾ സത്യത്തിൽ ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് ഫാദർ ജോഷി മയ്യാറ്റലിനെ പോലുള്ള ഒരു വലിയ മനുഷ്യൻ്റെ സങ്കടം പങ്കുവെക്കാൻ മാത്രമേ ഞങ്ങൾക്ക് ഇപ്പോൾ സാധിക്കുകയുള്ളൂ. ബാക്കി ആ സമരത്തിൻ്റെ ഭാവിയും മുനമ്പത്തുകാരുടെ ഭാവിയൊക്കെ ഇനി വിധി പോലെ, ദൈവാധീനം പോലെ എങ്കിലും മാറില്ല സാറേ. ഇതിന്റെ പിന്നിൽ അവസാനം വരെ അച്ഛനുണ്ടാകും. ശ്രീ സ്റ്റാലിൻ ദേവനെ പോലുള്ള മനുഷ്യസ്നേഹിയായ ഒരാളും വളരെ കൃത്യമായ വ്യക്തമായ വാദഗതികളിലൂടെ ഇത് നേടിയെടുക്കുക തന്നെ ചെയ്യും. അവിടുത്തെ 614 കുടുംബങ്ങളിലെ ഏതാണ്ട് 10,000-ഓളം മനുഷ്യരെക്കാൾ അവരോട് കൂറും ആർജവവും ഉണ്ട് ഈ രണ്ടു പേർക്ക്. ആ രണ്ട് മനുഷ്യർ മുനമ്പത്തുകാരെ രക്ഷിക്കുമെന്നാണ് എൻ്റെയും പ്രതീക്ഷ. അങ്ങയുടെ പോരാട്ടത്തിന് എല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു. നന്ദി അച്ഛൻ. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.